بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും അവന്റെ വലിയ ഖുദ്റത്തുകളെപ്പറ്റി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ദൃഷ്ടാന്തമായ ആകാശം, ആ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്. അല്ലദീ ഖലഖ 7 സമാവാത്തിൻ തിബാഖ, 7 ആകാശങ്ങളെ അല്ലാഹു തആല തട്ടുതട്ടുകളായി സൃഷ്ടിച്ചു. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചു. അത് അല്ലാഹുവിൻ്റെ വലിയ ഖുദ്റത്താണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ഓരോ ആകാശവും തമ്മിലുള്ള അന്തരവും വിശാലതയും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആകാശത്തിൻ്റെ മുകളിൽ ഉള്ള മറ്റൊരു ആകാശം ഇതേ പരുവത്തിൽ തന്നെ തൂണും കണക്ഷനൊന്നും ഇല്ലാതെ പരസ്പരം സ്പർശിച്ചു നിൽക്കാതെ അല്ലാഹു തആല 500 കൊല്ലത്തെ വഴിദൂരം ഓരോ ആകാശത്തിൻ്റെ ഇടയിലും സംവിധാനിച്ചിരിക്കുകയാണ്. ആകാശങ്ങൾക്ക് നല്ല കട്ടിയും ഖനവും ഉണ്ട്. അതിൽ എല്ലാറ്റിൻ്റെയും രൂപഭാവങ്ങളൊന്നല്ല. സമാഉദ്ദുന്യ എന്ന് നാം പറയുന്ന ഖുർആൻ വിശേഷിപ്പിക്കുന്ന ഒന്നാം ആകാശം, അത് മൗജുൻ മക്ഫൂഫുൻ, താഴോട്ട് ഒഴുകിപ്പോകാത്ത വിധം നല്ല ഭദ്രമായിട്ട് അല്ലാഹു തആല പടച്ചു വെച്ചിരിക്കുക. രണ്ടാമത്തെ ആകാശം മിൻ ദുർറത്തിൻ ബൈളാ, വെളുത്ത മുത്തിനാലാണ് ആ ആകാശത്തിന്റെ നിർമ്മാണം. മൂന്നാമത്തെ ആകാശം മിൻ ഹദീദിൻ, ഇരുമ്പിനാലാണ്. നാലാമത്തെ ആകാശം മിൻ നുഹാസിൻ, ചെമ്പിനാലാണ്. അഞ്ചാമത്തെ ആകാശം മിൻ ഫില്ലത്തിൻ, വെള്ളിയാലാണ്. ആറാമത്തെ ആകാശം മിൻ ദഹബിൻ, സ്വർണത്തിനാൽ നിർമ്മിതമായത്.
ഏഴാമത്തെ ആകാശം മിൻ യാക്കൂത്തത്തിൻ ഹംറ, ചുവന്ന മാണിക്യം യാക്കൂത്തത്ത് കൊണ്ട് നിർമ്മിച്ചതാണ്. എല്ലാ ആകാശത്തിൻ്റെയും ഇടയിൽ വിശാലതയും വിസ്തീർണവും ഉണ്ട്. പരസ്പരം സ്പർശിച്ച് കിടക്കുകയല്ല. ആകാശത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നമുക്ക് ബോധ്യപ്പെടും. ഏറ്റവും വലിയ ഖുദ്റത്താണ് നമ്മൾ ഈ കാണുന്ന ആകാശം. അത് അള്ളാഹുവിൻ്റെ ചെറിയ ഒരു കഴിവല്ല, വലിയ ഖുദ്റത്താണ്. ആകാശത്തിൻ്റെ ഏഴാനാകാശത്തിൻ്റെയും മുകളിൽ അർശും കുർസിയും ലൗഹ് ഖലം ധാരാളം സൃഷ്ടികൾ ഉണ്ട്. അപ്പൊ ആകാശത്തെ ത്രിബാക്കൻ തട്ടുതട്ടുകളായി സൃഷ്ടിച്ചു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ വലിയ ഒരു സൃഷ്ടികർമ്മം നടത്താൻ കഴിവുള്ള ആരും ഇവിടെയില്ല. എന്നല്ല, സൃഷ്ടിപ്പ് എന്നത്, ഖൽഖ് എന്നത് അല്ലാഹു തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല സൃഷ്ടികർമ്മം നമുക്ക് നൽകി എന്നത്. അതേ പരുവത്തിൽ സൃഷ്ടിക്കാനോ രൂപപ്പെടുത്താനോ മറ്റാർക്കും കഴിയില്ല. അല്ലാഹുവിന്റെ വലിയ ഖുദ്റത്താണ് ഖലഖ സബഅ സമാവാത്തിൻ തിബാഖ. നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന ആകാശങ്ങൾ, ഈ 7 ആകാശങ്ങളിലും ഭൂമിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളെ അല്ലാഹു തആല കേന്ദ്രീകരിച്ചു വച്ചിട്ടുണ്ട്. മഴയും കാറ്റും അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായതാണ്. റിസ്ഖ് വഫിസ് സമാഇ റിസ്ഖുക്കും, സമായിലാണ് നിങ്ങൾ റിസ്ഖ് ഉള്ളത്, ഭൂമിയിലല്ല. സമായിൽ നിന്ന് സമാ ഗോഡൗണ ഇങ്ങോട്ട് ഇറക്കിത്തരിക. ഇവിടെ എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും കാരണമാകുന്ന ചൂട്, തണുപ്പ്, അല്ലെങ്കിൽ വെള്ളം, വെളിച്ചം, ഇതിന്റെ ഒക്കെ കാരണം സമാ ആണ്. വഫിസ് സമാഇ റിസ്ഖുക്കും. എന്നാൽ അള്ളാഹു തൊട്ട് ഉടനെ പറഞ്ഞു, ആകാശത്തിൽ നിങ്ങളിങ്ങനെ പടച്ച് നല്ലോണം ആകാശത്തെ പറ്റി ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ റിസ്ക് മാത്രം അല്ല അല്ലാഹു തആല കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം, നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷകളും ആകാശലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ വലിയ ശിക്ഷകളൊക്കെ മുൻഗാമികൾക്ക് അല്ലാഹു തആല നൽകിയത് മുകൾ ഭാഗത്തു നിന്നല്ലേ, ഇറക്കി വിട്ടതാണ്. അപ്പോ സഹോദരങ്ങളെ, ഇരുമ്പിനാൽ പടക്കപ്പെട്ട ആകാശത്തിൽ നിന്ന് ഒരു ഇരുമ്പേർ വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഇരുമ്പിന്റെ ഏറ്, ഒരു കല്ലേറ് വന്നാൽ എങ്ങനെയുണ്ടാകും? അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് വർഷിക്കുന്ന ഈ വെള്ളത്തിൽ ഒരു ജലം, വെള്ളം നൽകുക എന്ന് മാത്രമല്ല ലക്ഷ്യമുള്ളത്. പിന്നെയോ ഈ പറഞ്ഞ തരത്തിൽ സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അതേപോലെ തന്നെ യാക്കൂത്തത്തുൻ ഹംറ, ചുവന്ന മുത്തും മാണിക്യവും എല്ലാം ഇങ്ങോട്ട് പെയ്യുന്നുണ്ട്. ചില തഫ്സീറുകളിൽ കാണാം, പഴയ കാലത്ത് മഴ പെയ്യുമ്പോൾ എല്ലാവരും പെറുക്കിയെടുത്തൊരു വസ്തു ഉണ്ടല്ലോ, എന്താണ്? ആലിപ്പഴം, ആലിപ്പഴം. എൻ്റെ യഥാർത്ഥ പേരെന്താ അറിയാൻ വേണ്ടിയാ ചോദിച്ചത്. ഏതായാലും അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. ഇപ്പൊ പെറുക്കാൻ കിട്ടുന്നുണ്ടോ? ഉണ്ട്. അത് കടലിലേക്ക് വീഴുമ്പോൾ ആ നേരത് വീഴുന്ന സമയത്ത് വാ പിളർത്തി അങ്ങനെ തന്നെ അത് അകത്താക്കുന്ന ചില മത്സ്യങ്ങളുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വിഴുങ്ങിയത് നല്ല വിലപിടിപ്പുള്ള മുത്തായി പുറത്തേക്ക് വരും. അതിന്റെയും ഉൽപ്പന്നം ശരിക്കുള്ളത് സമായിലാണ്.
നല്ല വിലപിടിപ്പുള്ള മുത്തും രത്നവും ഒക്കെ അല്ലാഹു തആല കടലിൽ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാ കടലത് വന്നത്? മടയിലൂടെയാണ്. യഖ്റുജു മിൻഹുമ ലുഅ്ലുഉ വൽ മർജാൻ. ഈ മുത്തും മാണിക്യവും ബഹറിൽ നിന്ന് അല്ലാഹു തആല പുറത്തേക്ക് തരുന്നു. ചിപ്പിക്കകത്ത് ഒളിപ്പിച്ചു വെച്ച ആ മുത്ത് വളരെ ഭദ്രതയോടെയാണ് സൂക്ഷിച്ചു വെച്ചത്. കേടുപാടൊന്നും സംഭവിക്കരുത്. അത് നമ്മൾ ചിപ്പി കാണുമ്പോഴും മുത്ത് കാണുമ്പോഴൊക്കെ മനസ്സിലാകും. ചിപ്പിക്കകത്തുള്ള മുത്ത് എത്ര വലിപ്പമുണ്ടാകും? ഒരു ചെറുപയറിന്റെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒന്നിന് നല്ല വിലയാണ്. ചെറുതൊന്നല്ല, നല്ല വിലയാണ്. മുൻഗാമികളിൽപ്പെട്ട താബീയങ്ങളിൽപ്പെട്ട ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ കാണാം, ബാപ്പാനെയും ഉമ്മാനെയും നോക്കാൻ വേണ്ടി മക്കളെല്ലാവരും കൂടി ഒരു മുഷാവറ നടത്തിയപ്പോ അതിൽ കുട്ടികളൊക്കെ പറഞ്ഞു, വലിയ ആൾക്കാരൊക്കെ പറഞ്ഞു, ആർക്കും നോക്കാം വാപ്പാനെയും ഉമ്മാനെയും, പക്ഷേ ആ നോക്കിയതിന്റെ കെയർ ഓഫില് ഇപ്പൊ ഉള്ള സ്വത്തൊന്നും ഒന്നും തരൂല. നോക്കാൻ ആരും നോക്കിയുള്ളൂ. അപ്പൊ നടുവിലെ ഒരു കുട്ടി, പലരും നോക്കാമല്ലോ, ഒത്ത നടുവിലൊരു മകൻ ബാപ്പാന്റെയും ഉമ്മാന്റെയും സംരക്ഷണം ഏറ്റെടുത്തു. നന്നായി നോക്കി. ഒരുപാട് ചെലവ് വന്നിട്ടുണ്ട് ആ നോക്കിയില്ല. അതിന് ആരോഗ്യപരമായ അവസ്ഥ വളരെയധികം ദുർബലമായിരുന്നു. അപ്പോ ജനങ്ങളൊക്കെ പറഞ്ഞു, ബാപ്പയും ഉമ്മയും മരണപ്പെട്ടപ്പോ നിങ്ങളെല്ലാവരും കൂടി സ്വത്ത് ഏതായാലും കിട്ടും, അനന്തര സ്വത്ത്, അതിന്റെ പുറമെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പൊ അവര് പറഞ്ഞു, നേരത്തെ ഉള്ള കണ്ടീഷനാണ്, ഞങ്ങളൊന്നും കൊടുക്കില്ല. അപ്പൊ ഈ മകൻ പറഞ്ഞു, ഇവരിത്രയും ബാപ്പാനെയും ഉമ്മാനെയും കണ്ടത് ആ ഒരു സ്വത്തിന്റെ പേരിലല്ലേ, അതുകൊണ്ട് അനന്തര സ്വത്ത് പോലെടുത്തോട്ടെ, അതും വേണ്ടായിരുന്നു. മീറാസായി കിട്ടുന്ന അവകാശവും സ്വീകരിച്ചില്ല, വേണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയും പറഞ്ഞു, ഒന്നും സ്വീകരിക്കണ്ടാണ്. അങ്ങനെ പറഞ്ഞെങ്കിലേ വേറൊരു ഭാര്യ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. കാരണം അത് കിട്ടുന്നത് അവകാശാണ്, അനധികൃതമായ ഒന്നുമില്ല. പക്ഷെ അതും വാങ്ങണ്ടെന്ന് ഭർത്താവ് പറഞ്ഞപ്പോ ഭാര്യയും പറഞ്ഞു വേണ്ടാന്ന്, ഉൽക്കം തികട്ടെ. അങ്ങനെ അവര് ഇതുകൊണ്ട് നല്ല സുഖിച്ച് കഴിയുമ്പോ ബാപ്പാനെയും ഉമ്മാനെയും നോക്കിയ ഈ കുടുംബം അവർ പരാജയപ്പെടൂലാന്ന് നാട്ടിൽ മൊത്തത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു അറിവാണല്ലോ. അതിനിപ്പോ ആയത്തോ ദിവസം കൂടുതൽ ഓതിക്കൊള്ളുന്ന എല്ലാവർക്കും അറിയാം, എല്ലാ ജാതിക്കും അറിയാം, എല്ലാ മതക്കാർക്കും അറിയാം. അത് മൊത്തത്തിലുള്ള ഒരു ഇൽമ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കഴിയുന്ന നേരത്ത് കുടുംബത്തിൽ ഒരുപാട് പ്രാരാബ്ദമുണ്ട്, ഭാര്യയും മക്കളും ഇവരൊക്കെ അല്ലേ. പടച്ചോനെ, ഒരു ദിവസം ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാതെ ഒരവസ്ഥ വന്നപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പുറത്തുനിന്ന് പോയി നോക്കി എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ കുറച്ചൊക്കെ സമ്പാദിച്ചു കൊണ്ടുവരാലോ. അങ്ങനെ അദ്ദേഹം അങ്ങാടിയിൽ പോയി ഏതെങ്കിലുമൊക്കെ ജോലി കിട്ടണ്ടേന്ന് എഴുതിയിട്ട് അപ്പൊ ഒരു ചെറിയ തൊഴില് കിട്ടി. ആ തൊഴില് കിട്ടി വരുമ്പോ കൂലിയായിട്ട് 2 ദിർഹം കിട്ടി. ആ 2 ദിർഹമായിട്ട് ഇങ്ങനെ വരികയാണ്, എന്തെങ്കിലുമൊക്കെ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങണം. അപ്പൊ ഒരു കച്ചവടക്കാരൻ ഒരു വലിയ മത്സ്യമായിട്ട് ഇങ്ങനെ കൂടുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ ഒരു കണ്ണിന്റെ ഭാഗത്ത് എന്തോ ഒരു കേട് കണ്ടുകൊണ്ട് ആൾക്കാരും വാങ്ങിയില്ല, ബാക്കിയൊക്കെ ചെലവായിട്ടുണ്ട്. അപ്പൊ ഇതിനെത്ര വേണം? ഇതിന് നിങ്ങൾ എന്താ തരുന്നത് അതന്നെ വില, ഞാൻ വിലയൊന്നും പറയില്ല. കാരണം ആൾക്കാർ ഈ കണ്ണിന്റെ ഭാഗത്തുള്ള കേടല്ല, ഒഴിവാക്കിയാൽ മതി. ഇത് കണ്ടിട്ട് വാങ്ങാതെ പോയതാണ്. 1 ദിർഹമിന് അത് വാങ്ങി. അല്ലാഹു തആല നൽകുന്ന ഒരവസ്ഥ നോക്കണം. സത്യത്തിൽ അവർക്കുള്ള സമ്പത്ത് മുഴുവനും അല്ലാഹു തആല കേന്ദ്രീകരിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു മത്സ്യത്തിലാണ്. അങ്ങനെ അതുമായിട്ട് അദ്ദേഹം വീട്ടിൽ പോയപ്പോ അത് റെഡിയാക്കാൻ വേണ്ടി ഭാര്യ ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളിലുണ്ട് നല്ലൊരു മുത്ത്. അതിങ്ങനെ എടുത്തു നോക്കിയിട്ട് പല പ്രാവശ്യം നോക്കി ഭാര്യ, എന്താണ് ഇതിന്റെ ഒരു സൗന്ദര്യം, എവിടുന്നത് വന്ന്? സമായിൽ നിന്നാണ്.
സമായിൽ നിന്ന് വന്ന മുത്താണ് ഈ മത്സ്യത്തിന്റെ ഉള്ളിൽ. പക്ഷെ ഇതിന് ഒന്നുകൂടി വേണം സത്യത്തിൽ. കാരണം ഇത് ഒരു ഭാഗത്തുള്ള മുത്ത് മാത്രമേ ഉള്ളൂ, ഇതിന്റെ ഒരു എണ്ണം കൂടി ഉണ്ടാവും. അതെവിടെ തരാന? കാരണം വേറെ മത്സ്യമൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ കിട്ടിയതായിപ്പോയി എന്നുള്ള നിലക്ക് അങ്ങനെ അദ്ദേഹം അത് പുറത്തു കൊണ്ടുപോയി സ്വകാര്യമായി പലരോടും വില ചോദിച്ചു. അപ്പൊ ചിലര് പറഞ്ഞു എന്ത് വിലയും തരാം. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റിയതല്ല. എന്നാ രാജാവിനൊന്ന് കാണിച്ചു നോക്കാന്ന് കരുതി. അപ്പൊ രാജാവ് പറഞ്ഞു, എത്രയാണോ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റിയ വില അത്രയും തരാം, പുറത്താർക്കും കൊടുക്കരുത്. ഇതിപ്പോ ഒന്ന് മാത്രമായിട്ടുള്ളൂ, ഇതിന്റെ ഒരു ജോഡി ഒന്നുകൂടി വേണം. അതെവിടുന്നാ കിട്ടുക എന്നുള്ളതും കൂടി അന്വേഷിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വില തരും. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മുത്തിലൂടെ, ഒരു ദിർഹമിന് വാങ്ങിയ ആ ഒരു മത്സ്യത്തിലൂടെ മറ്റു ജ്യേഷ്ഠാനുജന്മാരെക്കാളും കൂടുതൽ സമ്പത്ത് അല്ലാഹു നൽകാൻ ആ ഒരു മത്സ്യം കാരണമായി. ഇത് വലിയൊരു ഗുണപാഠം നമ്മൾ പഠിക്കണം. ആത്മവിശ്വാസം നമുക്ക് വർദ്ധിക്കുകയും വേണം. പിന്നെ ആ കിട്ടിയ മുത്ത് ഉപയോഗപ്പെടുത്തി കിട്ടിയ കാശ് കൊണ്ട് അവരെക്കാളും കൂടുതൽ ഭൂമിയും ജീവിക്കാൻ വരുമാനത്തിനുള്ള അടിസ്ഥാനപരമായ സ്രോതസ്സൊക്കെ അദ്ദേഹം കൈപ്പറ്റി. ഒരു ദിവസമല്ല അധ്വാനിച്ച്. ഇത്രയും കാലത്ത് ആ സേവനത്തിന് അല്ലാഹു തആല കൊടുത്ത ജസാ ആണ്. അത് ദുനിയാവിലെ ഒന്നാണ്. ഇനിയും അതിന്റെ പിറകെ പലതും വരാനുണ്ട്. ഇത് ചെറുതല്ല. ഇതുകൊണ്ടാണ് സാധാരണ അർത്ഥത്തിൽ ബാപ്പ ഉമ്മമാർ അവരെ പരിഗണിച്ച ആള് ഒരു നിലക്കും അവര് കുഴങ്ങൂല. കാരണം ഹദീസിലൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം, റിള, അത് മാതാപിതാക്കളുടെ റിളയിലാണ്. അപ്പൊ റബ്ബ് തആലയുടെ പൊരുത്തത്തിന് വലിയ ഒരു കാരണമാണ് റിളൽ വാലിദൈൻ. അള്ളാഹുവിന്റെ സുഖ്ത്, കോപത്തിന് വലിയൊരു കാരണമാണ് സുഖ്തുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപം. ഞാൻ ഇവിടെ ഈ വിഷയം പറഞ്ഞപ്പോൾ പറയുന്നത്, ആ മനുഷ്യന് ജീവിക്കാൻ കാരണമായ ആ ഒരു മുത്തിനെ അല്ലാഹു തആല നൽകിയത് സമായിൽ നിന്നാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ അത് എത്തിയത് മഴയിലൂടെയാണ്. അപ്പൊ മഴയിലൂടെ ഇവിടെ ഭൂമിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളം മാത്രമല്ല, ഒരുപാട് വിലപിടിപ്പുള്ളത് എത്തുന്നത്. അതിന്റെ കേന്ദ്രമാക്കി അല്ലാഹു തആല വെച്ചിരിക്കുന്നത് സമാഇനെയാണ്. റിസ്ക് മാത്രല്ല അല്ലാഹു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായി പേടിക്കണം. നിങ്ങൾക്ക് താക്കീത് ചെയ്യപ്പെട്ട ഖനപ്പെട്ട ശിക്ഷകളും അല്ലാഹു സമാഇൽ ഒരുക്കിയിട്ടുണ്ട്. വേണ്ട വിധം ആ ശിക്ഷകളെ പുറത്തെടുക്കാനുള്ള സൈന്യങ്ങളെയും അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം ഭൂമിയിൽ എവിടെയും കാണാത്ത വിധം പക്ഷികളെയാണ് അബ്രഹത്തിനെ നശിപ്പിക്കാൻ അല്ലാഹു തആല പുറത്താക്കി വിട്ടത്. കുറെ പക്ഷികളൊക്കെ കണ്ട് പരിചയമുള്ള അറബികളാ പറയുന്നത് ഇത് സാധാ പക്ഷികളല്ല. ഇനി സാധാ പക്ഷികളല്ല എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ്, ആ ചുട്ടുപൊള്ളുന്ന ആ കല്ല് അത് തൊള്ളയിലും കൊക്കിലും ചിറകിലും പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ അപ്പൊ ഈ പക്ഷികളുടെ ശരീരം എങ്ങനെയായിരിക്കും? സാധാ പക്ഷികളാണെങ്കിൽ അതൊക്കെ ഉരുകി ഒലിച്ചപ്പോയോ അവര് പോയിട്ടുണ്ടാവും. അവ ഇത് അല്ലാഹു തആല സംവിധാനിച്ചു വെച്ച, ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെച്ച സമായിലെ വമാ തുഅദൂൻ, നിങ്ങൾ താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ അതിന്റെ ഒരു ഭാഗമാണ്. മഴ, ഇപ്പോൾ നമ്മൾ കാണുന്ന മഴ ഇതാണെങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല വെച്ച മറ്റൊരു മഴയാണ് വർണ്ണമഴ. ശിക്ഷയുടെ ഭാഗമാണ്. കൽമഴ ശിക്ഷയുടെ ഭാഗമാണ്. മത്സ്യമയ ശിക്ഷയുടെ ഭാഗമാണ്.
മത്സ്യമഴയൊക്കെ വരുന്നതാണ്. മത്സ്യമഴ ഇവിടെ വന്നുപോയി ഭൂമിയിൽ. വർണ്ണമഴയും ഭൂമിയിൽ സംഭവിച്ചു. നമ്മൾ മുമ്പെല്ലാം പത്രത്തിൽ വായിച്ചല്ലോ, കണ്ണൂർ ജില്ലയിൽ അങ്ങനെ വർണ്ണമഴ പെയ്തു. അന്ന് സ്റ്റാൻഡിലൊക്കെ തളം കെട്ടി നിൽക്കുന്ന വള്ളം അക്ഷരാർത്ഥത്തിൽ രക്തത്തിന്റെ കളറാണ്. കണ്ടാൽ ഇവിടെ എന്തോ ഒരു അടിപിടി നടന്ന് എന്തോ രക്തം ചീറ്റിയിട്ടുണ്ടെന്ന് തോന്നിപ്പോകും. അത്രയും കടുത്ത കളർ. പരിശോധനയ്ക്ക് അയച്ചു, റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്ത് റിപ്പോർട്ട് വരാനാണ്? എന്ത് റിപ്പോർട്ടാണ് അതിൽ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു തആല അവന്റെ ആ ഖുദ്റത്ത് ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ എന്ത് പരിശോധിക്കാനാണ് അതിൽ? ഇനി പരിശോധിച്ചാൽ തന്നെ എന്ത് പറയാനാണ്? അവസാനം പറയാം എന്തോ ഒരു അത്ഭുത പ്രതിഭാസമാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, കൽമഴ, നല്ല ചൂടുള്ള മഴ ഇനിയും വരാനുണ്ട്, കഴിഞ്ഞിട്ടില്ല. അതിനെ സംബന്ധിച്ചാണ് ഹദീസിൽ ഖദ്ഫ് എന്ന് പറഞ്ഞത്. നല്ല കൽമഴ വർഷിക്കാനുണ്ട്. സമായിൽ അല്ലാഹു തആല ഇതെല്ലാം സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനോടൊപ്പം ചേർത്തി പറഞ്ഞൊരു വിഷയമാണ് മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. അല്ലാഹു തആലാന്റെ ഇൽമിന്റെ ദലീലാണത്. റബ്ബു തആലാന്റെ ഇൽമിന്റെ ദലീൽ. ഒരു എഞ്ചിനീയറുടെ അറിവിന്റെ ഏറ്റവും വലിയ അടയാളം നിർമ്മാണ പ്രവർത്തനമല്ലേ? നമ്മൾ കണ്ടാ ചോദിക്കല്ലോ, ഇതാരാ നിർമ്മിച്ചത്? നമ്മളെ നാട്ടിലെ പഴയ കാലത്തുള്ള പാലങ്ങളും പുതിയ പാലവും തമ്മിലുള്ള വ്യത്യാസം അവിടെയല്ലേ? അതിന്റെ കാലാവധിയും പുതിയതിന്റെ കാലാവധിയും കൂട്ടി നോക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭംഗി നമുക്ക് ബോധ്യപ്പെടും. എത്രയോ വർഷങ്ങളോളമായി, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരുമ്പ് പാലം ഇപ്പോഴുണ്ട്. അതിനേക്കാൾ ചെലവിൽ നിർമ്മിക്കപ്പെട്ട കോൺക്രീറ്റ് പാലം വീണുപോയി. അതേ രൂപത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒരുപാട് കെട്ടിടങ്ങളും അങ്ങനെയുണ്ട്. അപ്പൊ നിർമ്മാതാവിന്റെ ബുദ്ധിയിലേക്കും അയാളുടെ വിവരത്തിലേക്കുമാണ് നോക്കുക ആൾക്കാർ. വ്യത്യസ്ത രീതിയിൽ നാട്ടിലൊരു ബിൽഡിങ്ങോ വീടോ കണ്ട ആൾക്കാർ ചോദിക്കും, ഇത് ആരാണ് ഇതിന്റെ ആള്? ഇതിന്റെ എഞ്ചിനീയർ ആരാ? അത് മറ്റേ ആളാണ്. ആ, അയാളല്ലേ? എന്നാ പിന്നെ തിരക്കടില്ല. അല്ലാഹു തആലാന്റെ ഇൽമിന്റെ ദലീൽ നോക്ക് നിങ്ങൾ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. റബ്ബിന്റെ സൃഷ്ടിപ്പിൽ, ഈ സംവിധാനത്തിൽ ഒരു പോരായ്മയും നിങ്ങൾക്ക് കാണാൻ കഴിയൂല. നമ്മളോട് നോക്കാനും ചിന്തിക്കാനുമാണ് അല്ലാഹു പറയുന്നത്. ഫർജിഇൽ ബസർ, നിന്റെ ദൃഷ്ടിയെ നീയൊന്ന് തിരിച്ചു മടക്കി നോക്കണം. നീയൊന്ന് നിന്റെ ദൃഷ്ടിയെ പായിക്കണം. നല്ലോണം പഠിച്ച് നീ ചിന്തിക്കണം. റബ്ബ് തആലാന്റെ സൃഷ്ടിപ്പിനെ പറ്റി അവന്റെ വലിയ ഖുദ്റത്ത് ബോധ്യപ്പെടാൻ ഒരു നിലക്കും ഒരു പോരായ്മയും ഒരു വിയോജിപ്പും കാണാത്ത വിധം മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. നല്ലോണം നീ പരിശോധിച്ചോ. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല പോരായ്മയും നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നീ നോക്കിക്കോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ കണ്ടാൽ നീ അത് പറയണം. എവിടെയെങ്കിലും പോരായ്മയുണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിച്ചു നോക്ക്. ആകാശ ലോകത്ത് ഒരു വിള്ളൽ, ഒരു പൊട്ടൽ, ഒരു ചീറ്റൽ, ഒരു വിടവ് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ആകാശം താഴോട്ട് വീഴും എന്ന അർത്ഥത്തിൽ സങ്കല്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? റബ്ബിന്റെ അലീമായ ഖുദ്റത്താണ്. ഹൽ തറാ മിൻ ഫുതൂർ. ഫുതൂർ എന്ന വാക്കിന് പൊള്ളല്, വിള്ളല്, പൊട്ടല്, ചീറ്റല് ഒക്കെ ഉണ്ട്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, ആകാശത്തിലൂടെ യാത്ര പോയി 7 ആകാശവും അതിന്റെ അപ്പുറമൊക്കെ യാത്ര ചെയ്ത ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചിലര് പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല. അന്തേ അങ്ങനെ ഉണ്ടായാല് ആകാശത്തിന് ഈ ഖർഖിൽ തിആം, അത് പൊട്ടുക, വിടരുക എന്നുള്ള അവസ്ഥ ഉണ്ടാകൂലേ? ഇനി ആകാശത്തിനൊക്കെ പ്രത്യേക ഗേറ്റും വാതിലൊക്കെ ഉണ്ട്. ഫുത്തിഹത്തിസ് സമാഉ
ഫകാനത് അബ്വാബ. ആകാശം തുറക്കപ്പെട്ടു. ആകാശം വിവിധ കവാടങ്ങളിൽ അല്ലാഹു തആല രൂപപ്പെടുത്തിയതാണ്. അബ്വാബുസ്സമാ ഉണ്ട്. ആ അബ്വാബുസ്സമായിലേക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ചെന്നപ്പോൾ മുട്ടിയിട്ടുണ്ട്, ഉള്ളിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കിയിട്ട് എവിടെയും ബാബു കാണുന്നുണ്ടോ? ഏതെങ്കിലും ഭാഗത്തൊരു ഗേറ്റ് കാണുന്നുണ്ടോ? ഇനി ആരെങ്കിലൊക്കെ ഒരു നിരീക്ഷിച്ചിട്ട് എപ്പോഴെങ്കിലും ഇന്ന ഭാഗത്തൊരു ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞോ? അപ്പൊ സമായിലൂടെയുള്ള ആ യാത്ര എത്ര വലിയ യാത്രയാണ്. അതിന്റെ ദൂരം മനസ്സിലാക്കാനാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഓരോ ആകാശത്തിന്റെ ഇടയിൽ 500 കൊല്ലത്തിന്റെ വൈദൂരമുണ്ട് എങ്കിൽ എത്ര വലിയ യാത്രയാണ്. 7 ആകാശങ്ങൾ മാത്രമല്ലല്ലോ താണ്ടിയത്. 7 ആകാശത്തിന്റെ അതിർത്തിയായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചത് സിദ്റത്തുൽ മുൻതഹയാണ്. അവിടെ വരെ പോയിട്ടുള്ളൂ ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെയും അതിലപ്പുറം സഞ്ചരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ സഹോദരങ്ങളെ, ആകാശത്തിന് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചതുകൊണ്ട് ആകാശത്തിൽ എവിടെയെങ്കിലും ഒരു പൊള്ളലോ വിള്ളലോ ചീറ്റലോ പൊട്ടലോ വിടവോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് കടക്കാനുള്ള മാർഗങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മളെ റൂഹ് അത് കയറിപ്പോകുന്നത് എവിടുക്ക? അബ്വാബുസ്സമായിലൂടെയാണ്. ഇല്ലിയീൻ എന്ന് പറയുന്ന സ്വർഗത്തിനോട് ചാരി അല്ലാഹു തആല നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ ആത്മാവിന്റെ കേന്ദ്രത്തിലേക്ക് ഈ റൂഹ് വേർപിരിഞ്ഞു പോകുന്നത്, അതിനെ മലക്കുകൾ കൊണ്ടുപോകുന്നത് ഓരോ സമായിലും പ്രദർശിപ്പിച്ച ശേഷമാണ്. സിജ്ജീനിലേക്ക് കൊണ്ടുപോകുന്ന ആത്മാവിനെയും അങ്ങനെ കൊണ്ടുപോകും. പക്ഷെ അത് കാണാനോ സ്വീകരിക്കാനോ ആരും വരില്ല. എല്ലാവരും തള്ളി മാറ്റുക ചെയ്യുക, കൊണ്ടുപോകാൻ പറയും. നല്ല പരിശുദ്ധമായ ഈമാനുള്ള റൂഹിനെ, ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ അതിനെ സ്വീകരിക്കും. അപ്പൊ ആകാശത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ ഇൽമും അള്ളാഹുവിന്റെ ഖുദ്റത്തും ബോധ്യപ്പെടാതിരിക്കൂല, ഒരു നിലക്കും ബോധ്യപ്പെടാതിരിക്കൂല. ഈ ആകാശ ലോകത്ത് ഉദിക്കുന്ന സൂര്യൻ അത് കൃത്യമായും ശാസ്ത്രജ്ഞടക്കം നിർവചിച്ചല്ലോ, ഒന്നാം ആകാശത്തിലല്ലല്ലോ. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ചന്ദ്രനും മറ്റു ആകാശങ്ങളിൽ അല്ലാഹു തആല സംവിധാനിച്ച നക്ഷത്രങ്ങളുടെയും വെളിച്ചം, പ്രകാശം, നൂറ് ഭൂമിയിലേക്ക് അല്ലാഹു തആല പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ സംവിധാനമാണ്! ഇത്രയും വലിയ സൃഷ്ടികളൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചത് അവന്റെ ഇൽമിനെ പറ്റി നമ്മെ ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹുവിന്റെ ഇൽമ് ഒരു മഖ്ലൂഖിനും അത് അളക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഒരു സൃഷ്ടിക്കും പരിമിതപ്പെടുത്താനും കഴിയൂല. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. നിന്റെ ദൃഷ്ടിയെ, നിന്റെ നോട്ടത്തെ, നിന്റെ നിരീക്ഷണത്തെ ഫർജി, നീ ഒന്ന് മടക്കണം. അഥവാ ആകാശത്തിലേക്ക് കുറിച്ച് നീ ഒന്ന് പഠിക്കുക. ആകാശത്തിന്റെ വലുപ്പത്തെക്കുറിച്ചും അതിന്റെ കട്ടിയെക്കുറിച്ചും അതിന്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ചും നന്നായി പഠിക്കും. പഠിച്ചിട്ട് അപ്പോ നീ നോക്കേണ്ട ഒരു വിഷയം, ഹൽ തറാ മിൻ ഫുതൂർ. ഈ നിർമ്മാണത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ പറയാൻ നിനക്കുണ്ടോ? ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അതൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ചവനായ റബ്ബ്, അവനാണ് യഥാർത്ഥ മഅബൂദ്, യഥാർത്ഥ ആരാധ്യൻ. അവനാണ് യഥാർത്ഥ സൃഷ്ടാവ്. അവനാണ് യഥാർത്ഥത്തിൽ റാസിഖ്, ഭക്ഷണം തരുന്നവൻ, ആരോഗ്യം തരുന്നവൻ, വെള്ളം തരുന്നവൻ. അത് വിശ്വസിക്കാൻ ഈ പഠനം സഹായകമാകണം. ഹൽ തറാ മിൻ ഫുതൂർ. വല്ല വിള്ളലും നീ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അങ്ങനെ വല്ല പോരായ്മയും ഉണ്ടെങ്കിൽ വിലയിരുത്തുന്നവൻ പറയേണ്ടത് അല്ലാഹു തആലാന്റെ കഴിവുകേടല്ലേ.
ഒന്നും കാണാൻ കഴിയൂല. രണ്ടാമതും അല്ലാഹു പറയുന്നു സുമ്മർജിൽ ബസ്വറ കറതൈൻ. പിന്നെ രണ്ട് ബസ്വർ ഒന്നല്ല. ആദ്യം പറഞ്ഞല്ലോ ഒരു ബസ്വർ, ഫർജിൽ ബസ്വറ ഹൽ തറാ മിൻ ഫുതൂർ. അതും രണ്ടാമത്തും വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ ദൃഷ്ടിയെ, നോട്ടത്തെ, കണ്ണിനെ നന്നായി നോക്കി, കണ്ണുകൊണ്ട് നോക്കി വിലയിരുത്തി. സുമ്മർജിൽ ബസ്വർ, നീ മനസ്സിരുത്തിയിട്ട് നിന്റെ മനസ്സിനെ കൂടി ഒന്നുകൂടി തിരിക്കും. രണ്ടാമത്തത് മനസ്സിന്റെ നോട്ടമാണ്. ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കറർതഹു മറത്തൻ ബഅദ മറ കറതൈൻ, ആവർത്തിച്ച് ഒരു പ്രാവശ്യം എന്നല്ല, ആവർത്തിച്ച് നീ ചിന്തിക്കുക, പഠിക്കുക. അങ്ങനെ നീ പഠിച്ചാൽ ഖിയാമത്ത് നാൾ വരെ പഠിച്ചാലും ലം തറ ഫീഹി ഫുതൂർ, ഒരു പോരായ്മയും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഒന്ന് ബസ്വർ കൊണ്ടും മറ്റൊന്ന് ഖൽബ് കൊണ്ടുമാണ്. അൽ അവ്വലു കാന ബിൽ ഐനി ഖാസ്സ, ആദ്യം പറഞ്ഞ ഫർജിൽ ബസ്വർ, നിന്റെ ദൃഷ്ടി കൊണ്ട്, കണ്ണുകൊണ്ട് നീ നോക്കണം. രണ്ടാമത് പറഞ്ഞ സുമ്മർജിൽ ബസ്വറ കറതൈൻ, പിന്നെയും നിന്റെ ഉൾക്കാഴ്ചയെ നീ മടക്കി ആവർത്തിച്ച് തിരിക്കണം. എന്നിട്ട് ഓരോ പ്രാവശ്യവും നീ പഠിക്കണം. അപ്പോഴേ എന്ത് മനസ്സിലായി? ആകാശത്തെക്കുറിച്ചും മറ്റൊക്കെ നല്ലോണം പഠനം നടത്തണമെന്ന് മനസ്സിലായി. അതാറ്റ് പഠിക്കേണ്ട ആരാ? അത് ആ വിഷയം മാത്രം എടുക്കുന്നവർ പഠിച്ചാൽ മതി. അല്ലല്ലല്ല, എല്ലാവരും പഠിക്കണത് അല്ലാഹു തആലാന്റെ ഖുദ്റത്തിനെ പറ്റിയുള്ള ഇൽമ് നമുക്കല്ലേ കൂടുതൽ വേണ്ടത്. നമ്മളല്ലേ അള്ളാഹുവിനെ വിശ്വസിച്ചവർ. അള്ളാഹിന്റെ ഖുദ്റത്ത് കൂടുതൽ അറിയേണ്ടവരും അനുഭവിക്കേണ്ടവരും അത് പിന്നെയും ചിന്തിച്ച് തസ്ബീഹ് ചൊല്ലേണ്ടവരല്ലേ നമ്മൾ. അപ്പൊ ആ പഠനം വളരെ അനിവാര്യമായ പഠനമാണ്. ഒരാൾ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കും, ആകാശലോകത്തെക്കുറിച്ച് പഠിക്കുന്നു, ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നു. ഇത് വേണം. തബാറക സൂറത്ത് പറയുന്നതൊക്കെ പഠിക്കണം എന്നാണ്. സുമ്മർജിൽ ബസ്വറ കറതൈൻ, നീ ആവർത്തിച്ച് ഒരു പ്രാവശ്യമൊന്നും അല്ല, എത്ര പഠിക്കാൻ കഴിയോ നീ അത് പഠിക്കണം. ആകാശത്തിലെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയല്ലേ സൂര്യൻ. സൂര്യന്റെ കറക്കെങ്ങനെ, ചന്ദ്രൻ, ആ ചന്ദ്രന്റെ ഉദയം എങ്ങനെ. ഇതുകൊണ്ടാണല്ലോ, അതിലെ വ്യത്യസ്തത അനുഭവിച്ചത് കൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഉദയത്തെ സംബന്ധിച്ചും അതിന്റെ ആ വിസ്തീർണത്തെ സംബന്ധിച്ചും അത് പൂർണ്ണ ചന്ദ്രനാകുന്നതിനെ പറ്റിയുമാണ് മക്കക്കാർ ചോദിച്ചത്. യസ്അലൂനക അനിൽ അഹില്ല, എന്താ ഈ ചന്ദ്രൻ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കുറയണതും മാറുന്നതും എന്താ? അപ്പൊ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മറുപടിയാണ് അവരോട് പറഞ്ഞത്. അത്രമാത്രമേ അതിന്റെ മറുപടി ഉള്ളൂ എന്നില്ല, പക്ഷെ അവരത്ര മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, അത് ജനങ്ങൾക്കുള്ള സമയം അറിയാൻ അല്ലാഹു തആല വെച്ച ഒരു സംവിധാനം. മാസം ഇങ്ങനെ നോക്കിയാൽ എന്ത് പറയും? 30 ആയിട്ടോ, കണ്ടില്ലേ, 30 15. തലേന്ന് മാസം കണ്ടില്ലും പിറ്റേന്ന് നമ്മൾ പറയില്ലേ മാസം ഒന്നും 1 അല്ല 2 ആണ്, ഒന്ന് നമുക്ക് പോയി. ഈ ഒരു നിശ്ചയപ്പെടുത്തൽ, ഈ ഒരു കണക്കിന് വേണ്ടി അല്ലാഹു തആല വെച്ചൊരു സംവിധാനമാണ്. ആ കണക്കിലൂടെ എന്ത് കിട്ടും? നമ്മൾ മുക്കല്ലഫായി മാറിയത് എപ്പോഴാണ് എന്നും നമ്മളോട് ആ കൽപ്പനകളൊക്കെ ബന്ധിച്ചത് എന്താണെന്നും ആ കണക്കിലൂടെയാണ് കിട്ടുന്നത്. അത് സൂര്യവർഷത്തിലൂടെയല്ല, ചന്ദ്രവർഷത്തിലൂടെയാണ്. അതിനനുസരിച്ച് അല്ലാഹു തആല വെച്ചതാണ്. വൽ ഹജ്ജി, ഹജ്ജിനുള്ള ഒരു അവസ്ഥയാണത്. ഹജ്ജ് എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ആ മാസങ്ങളും സമയങ്ങളും പ്രത്യേകം പരിഗണിക്കുന്ന ഒരു അമലാണല്ലോ ഹജ്ജിന്റെ അമൽ. അത് ആ ടൈം പ്രത്യേകം പരിഗണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്യണം. ശവ്വാലായോ? ശവ്വാലല്ലേ തുടക്കം? ശവ്വാലായോ? ദുൽഖഅദായോ? ഇനി ദുൽഹിജ്ജ ആയോ? ഞാൻ ആ ദുൽഹിജ്ജയിലെ പ്രധാനപ്പെട്ട 4-5 ദിവസങ്ങളാണ് അതിന് കാര്യമായും ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ഒന്നുമില്ലെങ്കിൽ 9 മുതൽ തുടങ്ങണ്ടേ, അല്ലാതെ കഴിയൂലല്ലോ. 10 മക്കത്തെത്തിയിട്ട് എന്ത് കിട്ടാനാ? 9 മുതൽ ആരംഭിക്കണ്ടേ. ഏറ്റവും ചുരുങ്ങിയത് അറഫയിലെത്തിയിട്ടെങ്കിലും തുടങ്ങണ്ടേ.
അപ്പൊ ആ തുടക്കം കുറിക്കാനും സമയം അറിയണ്ടേ? അതിന് അല്ലാഹു തആല വെച്ചൊരു സംവിധാനം എത്ര വലുതാണ്. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ സഹോദരങ്ങളെ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ തന്നെ താറുമാറായി പോകും. ആ ചന്ദ്രന്റെ ഒരു വിഷയം തന്നെ പഠിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എത്രമാത്രം വലുപ്പമുണ്ട്. അപ്പൊ ഇത് പഠിക്കുന്ന ഒരു മനുഷ്യൻ, അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ലാസ്റ്റ് എന്ത് റിപ്പോർട്ടാണ് വരിക? അങ്ങനൊക്കെ പഠനം നടത്തിയിട്ട് എവിടെയെങ്കിലും കുറവൊക്കെ ഉണ്ടോ നോക്കിയാൽ എന്താ വരിക? അനുകൂല റിപ്പോർട്ട് വരുമോ? അള്ളാഹു പറയുന്നു അനുകൂലമായ റിപ്പോർട്ട് നിനക്ക് കിട്ടൂല. എന്ത് അനുകൂലം? നീ നിന്റെ ചിന്തക്ക് ബുദ്ധിക്ക് വേണ്ടി എന്തെങ്കിലും കുറവല്ലേ പരിശോധിക്കാൻ കഴിയുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് റിപ്പോർട്ട് ചെയ്താൻ കഴിയൂല. യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. റിപ്പോർട്ടാണത്. യൻഖലിബ് ഇലൈക്കൽ ബസർ, നിന്റെ ദൃഷ്ടിയും നിന്റെ ചിന്തയും നിന്നിലേക്ക് മടങ്ങി വരും. ഖാസിഅൻ, അമ്പേ സമ്മതിച്ചുകൊണ്ട് പരാജയപ്പെട്ടുകൊണ്ട് മടങ്ങി വരും. ഇല്ലട്ടോ, ഒരു കുറവുമില്ല, ഒരു പോരായ്മയില്ല, ഒരു വിള്ളലുമില്ല, ഒരു വീക്ക്നെസ്സും പറയാനില്ല. യൻഖലിബ് ഇലൈക്കൽ ബസർ, നിന്നിലേക്ക് നിന്റെ ആ ദൃഷ്ടി മടങ്ങി വരും. ഖാസിഅൻ ഐ ദലീലൻ, വിനയാന്വിതനായിട്ട്. ബഈദൻ മഹ്റൂമൻ, ആവശ്യമുള്ളത് അന്വേഷിച്ച് കിട്ടാത്ത ആള് വരും പോലെ വരും. അതാണ് ഖാസി പറഞ്ഞാൽ. ഒരു കാര്യം അന്വേഷിച്ച് പോയി അതിന്റെ അങ്ങേയറ്റത്തെത്തിയിട്ടും കിട്ടിയില്ല. കിട്ടാത്ത ആൾ എങ്ങനെ വരിക? എന്താ പോയത്? ഒന്നുമല്ല, ഒരു 5 പവന്റെ സ്വർണ്ണാഭരണം പോയി. ഏത് അന്വേഷണം അന്വേഷിക്കും? എത്ര ആളെ സഹായത്തിന് കൂട്ടും? എത്ര ആളോട് ഈ വിഷയം പറയും? കാരണം ചെറിയൊരു മുതലല്ലല്ലോ. അപ്പൊ അങ്ങനെ അന്വേഷിച്ചു തരാൻ കിട്ടിയോ? അപ്പൊ എന്തായാലും കിട്ടിയില്ല കേട്ടോ. നിങ്ങൾ അവിടെ നോക്കിയോ? അവിടെ നോക്കി, മറ്റോടത്ത് നോക്കി. ഇങ്ങനെ അന്വേഷിക്കുന്ന നിനക്ക് കിട്ടുന്ന റിപ്പോർട്ട് ആകാശത്തെ പറ്റി പഠിച്ചാൽ അല്ലാഹു തആല സംവിധാനിച്ച ഈ ഖുദ്റത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ പറയാൻ ലോകത്ത് ഒരു തിരുത്തൽവാദിക്കും, ഒരു യുക്തിവാദിക്കും, ഒരു നിരീശ്വരവാദിക്കും ആർക്കും കഴിയൂല. എല്ലാവർക്കും സമ്മതിക്കാനേ കഴിയൂ. യൻഖലിബിലൈക്കൽ ബസറു ഖാസിഅൻ, കിട്ടേണ്ടത് കിട്ടാതെ നിരാശയോടെ മടങ്ങിപ്പോരുന്നത് പോലെ അല്ലാഹു തആലാന്റെ ഖുദ്റത്തിൽ സമ്മതിച്ചുകൊണ്ടാണ് നിന്റെ ദൃഷ്ടി നിന്നിലേക്ക് മടങ്ങുന്നത്, നിന്റെ മനസ്സ് നിന്നിലേക്ക് മടങ്ങുന്നത്. തിരുത്തൽവാദിയാകാൻ കഴിയൂല. ഇനി അങ്ങനെ ആകാശത്തിന് അങ്ങനെ ഒരു നിയന്താവ് ഇല്ല എന്ന് പറയാൻ കഴിയോ? അതും കഴിയൂല. ഇല്ലാതെ ഇപ്പൊ എങ്ങനെ ഈ സംവിധാനങ്ങളും സംഭവങ്ങളൊക്കെ എങ്ങനെ? ഉദ്ദേശിച്ച സമയത്തും അല്ലല്ലോ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ നടക്കുന്നത്. ഉദ്ദേശിച്ച പോലെ ആണെങ്കിൽ നമ്മളെങ്ങനെ ഉദ്ദേശിച്ചിരുന്നത്? ഇപ്പൊ എല്ലാരും കണ്ടില്ല നിങ്ങള് പറയണത്? മഴയൊക്കെ കുറെ ഇങ്ങനെ തലക്കും പെൽക്കും പെയ്യുന്നുണ്ട്. ചൂടോ? ചൂടിന് മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ ആൾക്കാർ അതേ പെയ്യേണ്ട പോലെയാണ് പെയ്തിട്ടില്ല. എന്താ നിങ്ങള് പറയണത്? ഇങ്ങനെ തന്നെയല്ലേ കഴിഞ്ഞല്ലോ മഴ ഇങ്ങനെ തന്നെ പെയ്യുന്നത്? എന്നിട്ടെന്താ? അപ്പൊ ആൾക്കാർ പറയണ ആ ടൈമിലുള്ള മഴ ഉണ്ടായിട്ടില്ല. നമ്മളെന്തേ വിലയിരുത്തി? ഇപ്പൊ അടുത്ത കൊല്ലത്തെ ഹാലെന്താകും പഠിച്ചോനെ? കഴിഞ്ഞ കൊല്ലം ഈ സമയത്തൊക്കെ ആൾക്കാർ ബേജാറിലല്ലേ? ഞാൻ സ്ഥിരമായിട്ട് നോമ്പുറക്കാൻ റമദാൻ രാവിലെ ഒരു അവസാനത്തെ 29-ന്, അന്ന് പിന്നെ നമ്മൾ തറാവീഹൊന്നും അങ്ങനെ അവിടെ ഇല്ലെങ്കിലും ആൾക്കാർ ആരെങ്കിലുമൊക്കെ നിൽക്കും, ഖത്മൊക്കെ പൂർത്തിയായിട്ടുണ്ടാവും. അപ്പൊ ഒരു വീട്ടിക്ക് സാധാരണ നമ്മൾ പോകലുണ്ട്. ആ വീട്ടുകാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദേ ഇങ്ങോട്ട് വരുന്ന 2 വഴിയും ബ്ലോക്കാണ്, അതുകൊണ്ട് പിന്നെ എങ്ങനെ നിങ്ങൾ വരിക? ഇക്കൊല്ലോ എന്താ ബ്ലോക്ക് ഉണ്ടോ? അന്ന് റമദാൻ നോമ്പെടുക്കാൻ പോയ സമയത്ത് പരിസരത്തുള്ള സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ സ്കൂളിൽ നിന്ന് ഒച്ചപ്പാട്? അതൊന്നുമല്ല, പെരുന്നാളൊക്കെ സ്കൂളിൽ തന്നെ. ഇക്കൊല്ലം വീട്ടിൽ കൂടുതൽ സ്കൂളിലാണ് എല്ലാവരും. സ്കൂളിൻ്റെ പരിസരത്തൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി, നല്ല ചെമ്പോ കൊണ്ടുവന്ന് ബിരിയാണിയൊക്കെ വെക്കേണ്ട ആൾക്കാർക്ക് സംവിധാനങ്ങളൊക്കെ ഒരുക്കി, ഒരേയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്ത് സഹായിച്ച് ആളുകൾ അതിലിങ്ങനെ സജീവമായി കൊണ്ട് നിൽക്കുകയാണ്. ഇക്കൊല്ലും കഴിഞ്ഞില്ല റമദാൻ. അങ്ങനെ റമദാൻ കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞില്ലേ? അല്ലാതെ കുറച്ചും ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നിങ്ങോട്ടും കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മളെ സംവിധാനം, നമ്മളെ നിശ്ചയം പോലെ അല്ലല്ലോ കാര്യങ്ങളൊന്നും. ഇതിങ്ങനെ നടക്കുന്നത്. അപ്പൊ ഒരാള് ഇതിന്റെ പിന്നിൽ ചാലകശക്തിയായിട്ട് ഇതൊക്കെ ഒരു മുദബ്ബിറുൽ ഉമൂർ നിയന്ത്രിക്കാൻ ഒരാള് വേണമെന്നല്ലേ?
അത്രയും അങ്ങോട്ട് ചിന്തിക്കുന്ന ഒരാളെ ബുദ്ധി ലാസ്റ്റ് പറയാനുള്ള റിപ്പോർട്ട്. അല്ലാതെ എങ്ങനെ നടക്കും? അങ്ങനെ ചിന്തിക്കുമ്പോ സഹോദരങ്ങളെ, എങ്ങനെയാണ് മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് നിരീശ്വരവാദിയാകാൻ ഒരാൾ കഴിയും? എങ്ങനെയാണ് ആ പേര് വെച്ചിട്ട് ഒരാൾക്ക് യുക്തിവാദിയാകാൻ കഴിയുന്നത്? എങ്ങനെ? യുക്തിവാദി സമ്മേളനം ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളെ ടീമൊന്നും ആവൂല. അപ്പോൾ പേര് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. ആ പേര് ബോർഡ് കൊടുക്കണ്ടില്ലേ എന്നായിപ്പോയി. അങ്ങനെ ഈ പേര് വെച്ചിട്ട് എങ്ങനെയാണ് ചങ്ങായി ഇങ്ങനെ നിരീശ്വരവാദിയായി എന്നാണ് ഞാൻ ചിന്തിച്ച്. യുക്തിവാദി മഹാസമ്മേളനം. ലോകത്തിന് അങ്ങനെ ഒരു സൃഷ്ടാവുണ്ടോ എങ്കിൽ എന്താണ് രോഗികൾ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കണേ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മാറണ്ടേ അല്ലേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ മണ്ടത്തരങ്ങൾ എഴുതിയിട്ടാണ്. ഏതെങ്കിലും ആൾക്കാർ നോക്കുമ്പോൾ ശരിയാട്ടോ, എന്ത് ശരിയാട്ടോ അതായി എഴുതിക്കണത്. ധോലാരോടോ ചോദിച്ചിട്ടാണോ അള്ളാഹുത്തര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചെയ്യാൻ എന്ത് അർഹത, എന്ത് യോഗ്യത ഉണ്ട്? അങ്ങനെ സഹോദരങ്ങളെ, ഒരു കഴിവില്ലെങ്കിൽ മുമ്പ് കാലത്ത് കോഴിക്കോട് ടൗണിലുണ്ടായിരുന്നു ഒരു ഡോക്ടർ. അയാൾ ഭയങ്കര പല്ലിന്റെ വിദഗ്ധനായിരുന്നു. പല്ലിന് ചികിത്സിക്കാൻ ദന്ത ഡോക്ടറാണ്. എത്രയോ 10,000-കണക്കിന് ആൾക്കാരെ പല്ലും അതുപോലെ തന്നെ പല്ല് നിൽക്കുന്ന സ്ഥലവും പരിസരവും ഒക്കെ അയാൾ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം കിട്ടിയിരുന്നു. പക്ഷേ അയാളെ തൊള്ളയിൽ ഒറ്റ പല്ലുമില്ല. അയാളെ തൊള്ളയിൽ ഒറ്റ പല്ലുമില്ല. ഈ പല്ലിന് ഇത്രയും 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാരെ ചികിത്സിക്കുന്ന ആളെ തൊള്ളയില് എന്തേ പല്ല് നിൽക്കാതിരുന്ന്? ആദ്യ ട്രീറ്റ്മെന്റ് അങ്ങോട്ട് നടത്തണ്ടേ? വേറെ ഒരു ഹോസ്പിറ്റലില് ഒരുപാട് ആൾക്കാർക്ക് ചികിത്സ കൊണ്ട് മക്കളുണ്ടായിട്ടുണ്ട്. ആ ഭാര്യക്കും ഭർത്താവിനും ഒരു കുട്ടിയില്ല. അവ എന്താ ഈ ട്രീറ്റ്മെന്റ് അങ്ങോട്ട് ഫലിക്കുന്നില്ലേ? അവർ ചെയ്ത ട്രീറ്റ്മെന്റ് മോശാന്ന് പറയാൻ പറ്റും. കാരണം അനുഭവസ്ഥർ അത്ര ഇപ്പുറത്തില്ലേ. എതിർത്ത നിങ്ങൾ അങ്ങനെ പറയില്ല ആളെ. അങ്ങനെ എൻ്റെ പല്ലും എൻ്റെ ഉമ്മാന്റെ പല്ലും അനുജന്റെ പല്ലൊക്കെ കേട് മാറ്റി തന്നു, ഇപ്പൊ ഒരു പ്രശ്നമില്ലാതെ 10 കൊല്ലായി. എല്ല് കടിച്ചാൽ പോലും മുമ്പ് വേദനയൊന്നും, ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇപ്പൊ എല്ല് പൊട്ടിക്കാനാ കൂടുതൽ ശ്രമിക്കാറുള്ളത് എന്ന് ആൾക്കാർ പറയുമ്പോ അയാളെ തൊള്ളയുടെ പല്ലോ. അപ്പൊ പിന്നെ നിയന്ത്രണാധികാരം ആർക്കാണ് ഇവിടെ? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലും ഇപ്പോ ഒരുപാട് ആളുകൾക്ക് രോഗത്തിന് ചികിത്സ കൊടുത്തിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടറാണ്. ഷുഗർ പ്രഷറിനൊക്കെ നല്ല ചികിത്സിക്കുന്ന ആളെ. എൻ്റെ അമ്മാനെ അയാൾ ചികിത്സിച്ചിരുന്നു. അങ്ങനെ കാണിക്കണം ഒക്കെ നോർമലാക്കിയത് അയാളാണ്. നല്ല വിദഗ്ധനാണ് അയാൾ. പക്ഷേ രോഗിയെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അയാൾ മരണപ്പെട്ടു പോയത്. തീരെ സുഖമില്ലാത്ത ബാപ്പയും ഉമ്മയും വീട്ടിലിപ്പോഴും ഉണ്ട്. അയാൾക്ക് അത്ര കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് അയാൾ മരിച്ചുപോയി. അപ്പൊ ആൾക്കാർ ആ ബാപ്പാൻ ഇമ്മാൻ ഈ കോലത്തിലാക്കിയിട്ട് 30 വേഗം കൊണ്ടുപോയല്ലോ, എന്ത് പരിപാടി. സഹോദരങ്ങളെ, ശരിക്കും യുക്തിപൂർവമാണെങ്കിൽ എന്ത് വേണം? ആ ബാപ്പയുടെയും ഉമ്മയുടെയും നിര്യാണ ശേഷമാകണം ഈ മകന്റെ മരണം. അങ്ങനല്ലേ നമ്മുടെ യുക്തി പറയുന്നത്? ആ യുക്തിക്കനുസരിച്ച് മാത്രമാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ലല്ലോ. ഖാലിഖായ റബ്ബിന് നിശ്ചയമുണ്ട് എന്നല്ലേ അതിന്റെ പിന്നിൽ പഠിക്കാനുള്ള പാഠം. ആ നിശ്ചയത്തെ എതിർക്കാനും തിരുത്താനും കഴിയില്ലല്ലോ. അങ്ങനെയാണ്. അങ്ങനെ ചില ദുരുദ്ദേശപരമായ വിശ്വാസങ്ങളൊക്കെയാണ് ആൾക്കാരിലുള്ളത്. അപ്പൊ ആകാശത്തെ പറ്റി പഠിക്കാൻ ഇറങ്ങുന്ന ഒരാള് എവിടെങ്കിലൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലൊക്കെ ഒരു പ്രശ്നം കണ്ടെത്തിയിട്ട് ഒരു റിപ്പോർട്ട് നിന്റെ ദൃഷ്ടി നിന്നിലേക്ക് മടങ്ങി വരും. ഖാസിഅൻ, നീ ഉദ്ദേശിച്ചത് നേടിക്കിട്ടാതെ. മഹ്റൂമൻ മൻ അസാബഹു മൽതസമഹു, ഉദ്ദേശിച്ചതവൻ ഐബ് കാണാനാണ്, പക്ഷേ ഒന്നും കണ്ടില്ല. നിരാശനായിട്ടവൻ വരും. വഹുവ ഹസീർ, ആ ചിന്തിച്ച് പഠിക്കുന്ന മനുഷ്യൻ ദുർബലനാണ്. വഹുവ ഹസീറുൻ, അവൻ അശക്തനാണ്, കഴിവ് കുറഞ്ഞവനാണ്.
അവൻ എത്ര വലിയ ഉപകരണങ്ങൾ വെച്ച് പഠിച്ചാലും എത്ര വലിയ ബുദ്ധി വെച്ച് മുന്നോട്ട് നീങ്ങിയാലും വഹുവ ഹസീർ, ഈ പഠിക്കുന്ന ആള് അവസാനം സമ്മതിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടി വരും. കാരണം എന്തേ? അള്ളാഹു തആലാന്റെ ഖുദ്റത്തല്ലേ, ഖൽഖല്ലേ. അതിൽ തിരുത്താനോ അതിൽ വിള്ളലുണ്ടെന്ന് പറയാനോ ആർക്കും തന്നെ കഴിയില്ല. ആ ആകാശ ലോകത്ത് അല്ലാഹു തആലാന്റെ ഒരു ഖുദ്റത്ത് അല്ലാഹു പഠിപ്പിക്കുന്നത് കണ്ടോ? വലഖദ് സയ്യന്ന സമാഅദ് ദുനിയാ ബിമസാബിഹ്, സമാഉദ് ദുനിയാകുന്ന ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചിട്ടുണ്ട്. വലഖദ് സയ്യന്ന സമാഅദ് ദുനിയാ, ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചിട്ടുണ്ട്, സൗന്ദര്യപ്പെടുത്തിയിട്ടുണ്ട്. ബിമസാബിഹ, വിളക്കുകൾ കൊണ്ട്. എന്തൊരു വിളക്കാണ്! എത്രയോ ദൂരം കത്തുന്ന വിളക്കാ നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അതിന്റെ പ്രകാശം എത്രയോ താഴെയുള്ള നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് സഹോദരങ്ങളെ, നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ് ചെറുതായി എവിടെയോ കാർമേഘങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിമാനം പുറത്തു നോക്കുമ്പോൾ എത്രയോ ഉയരമുള്ള വിമാനമാണ്. കുറച്ച് മേലോട്ടെത്തിയാൽ നമ്മൾ അതിന്റെ സിഗ്നൽ കാണുന്നില്ല. കാണുന്നുണ്ടോ? വളരെ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നു. സിഗ്നൽ എവിടെ? എന്നാ കുറച്ചൊക്കെ താഴോട്ട് പോകുമ്പോൾ അതിന്റെ സിഗ്നൽ നല്ല ഊക്കിൽ നമ്മൾ കാണുന്നുണ്ട്. എത്ര മേൽഭാഗത്താണ് ആകാശമുള്ളത്, എന്നിട്ടും ഈ സൗന്ദര്യമുള്ള വിളക്കുകൾ നമ്മൾ കാണുന്നില്ലേ? അപ്പൊ അല്ലാഹു തആല വെച്ച ഈ വിളക്കിന്റെ വലുപ്പം എത്രയാണ്? ഈ നക്ഷത്രങ്ങളുടെ വലുപ്പം എത്രയാണ്? കാരണം ഇത്രയും വലുപ്പമുള്ള ഒരു വിമാനം മേലോട്ടെത്തി കുറച്ചൊക്കെ ഇങ്ങനെ സിഗ്നൽ ലൈറ്റ് കത്തുന്നുണ്ട്, ആ മിന്നുന്ന കണ്ടില്ലേ, ഇങ്ങനെ കാണാം. പിന്നെ ഉയരത്തിൽ പിന്നെ മേലോട്ട് പോയി, പിന്നെ ചെറിയ എന്തോ സാധനം ഇങ്ങനെ പോകുന്നേ കാണുന്നുള്ളൂ. പിന്നെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ തീരെയും കാണാതായിരുന്നു. ഇത്രയോ മുകളിലുള്ള ആകാശത്തിൽ അല്ലാഹു തആല കത്തിച്ചു വെച്ച മസാബീഹ് എത്രയോ താഴെയുള്ള നമ്മൾ അനുഭവിക്കുന്നു, നമ്മളത് കാണുന്നു. വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ, അതിന്റെ ഒരു ഉപകാരം അല്ലാഹു ഇവിടെ പറയണം. ഒന്നിപ്പോ പറഞ്ഞു, എന്തിനാണ്? നമുക്ക് സീനത്ത് പഠിപ്പിക്കാനാണ്. ആകാശത്തിന് അല്ലാഹു തആല അലങ്കാരം വെച്ചത് ഭൂമിയിലുള്ള നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ അതിലുണ്ട്. ഏറ്റവും വലിയ ഉപകാരം വെളിച്ചം എന്നതാണ്. വെള്ളം ഉണ്ടായാലും വെളിച്ചമില്ലെങ്കിലേ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കറണ്ട് പോയി, എന്നിട്ടെന്താ? ഇൻവെർട്ടർ കത്തിക്കാനല്ലേ? ഇൻവെർട്ടറും കെട്ടു ഉസ്താദേ. ഓൻ്റെ റബ്ബേ, മൊബൈലിൽ ലൈറ്റ് ഉണ്ടോ? മൊബൈൽ ലൈറ്റ് ഉണ്ടാണെങ്കിൽ ഇത് ചാർജ് ചെയ്യാൻ വേണ്ട, അതും കെട്ടുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി നമ്മൾ പഴയ മാർഗം സ്വീകരിക്കുക. എന്താ പഴയ മാർഗം? ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിക്കുക. മണ്ണെണ്ണ തീർന്നു പോയാലോ ആൾക്കാർക്ക് പേടിയല്ലേ? ഒരു വെളിച്ചം കിട്ടണ്ടേ? ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹു തആല ഈ കത്തിച്ചു വെക്കുന്ന വെളിച്ചങ്ങൾ നോക്ക് നിങ്ങൾ, എന്തൊരു ഉപകാരമാണ് അതുകൊണ്ടുള്ളത്. എത്ര കട്ടിയായ രാത്രി വന്നാലും സുബ്ഹാനല്ലാഹ്, രാത്രിയിൽ മേഘം എത്ര കട്ടി കൂടിയാലും രാത്രിക്ക് എത്ര ഇരുട്ട് കൂടിയാലും അല്ലാഹു തആല അതിന്റെ ഇടയിലൂടെ വ്യത്യസ്ത സമയങ്ങളിൽ ഈ പ്രകാശഗോപുരങ്ങളായ ഈ നക്ഷത്രങ്ങളെ അല്ലാഹു തആല വെളിവാക്കുന്നു. ആ നക്ഷത്രങ്ങളോട് സൂര്യൻ അടുത്ത് ഉദിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന നേരത്താണ് ഭൂമിയിൽ ഉഷ്ണം കൂടിക്കൂടി വരുന്നത്. വെളിച്ചത്തിന് വേണ്ടി അല്ലാഹു സംവിധാനിച്ച നല്ല സീനത്തുള്ള ഈ നക്ഷത്രങ്ങളോട് തോളുരുമ്മികൊണ്ട് അല്ലെങ്കിൽ അടുത്തുകൊണ്ട് സൂര്യന്റെ സഞ്ചാരം, അടുത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ട് അടുത്ത് എന്നുള്ളതല്ല, അകലുണ്ടാവും. എന്നാലും ഒരു ചെറിയ അടുപ്പം വരുമ്പോ ഭൂമിയിൽ ചൂട് കൂടും. ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നു, അത് കുറച്ച് അകലെയാണോ തണുപ്പും കൂടും. ആ ആകാശത്തിലുള്ള മസാബീഹ് കൊണ്ടുള്ള വലിയൊരു ഉപകാരമാണ് കപ്പലോട്ടുന്നവർക്കും കടലിലൂടെയും കരയിലൂടെയും ഇരുളിൽ സഞ്ചരിക്കുന്നവർക്കും ഒരു വഴികാട്ടി. വബിന്നജ്മി ഹും യഹ്തദൂൻ, നക്ഷത്രങ്ങൾ കാരണം അവർ വഴിയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തും. വെളിച്ചം അതിൻ്റെ ഒരു കാരണമാണ്. കര കാണാതെ ബുദ്ധിമുട്ടായ ആളുകൾക്കല്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങൾ മമ്പുറമി, അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, ചൂട്ട് കത്തിച്ചു കൊടുക്കുക.
തെങ്ങിന്റെ മേലെ കയറി ചൂട്ട് കത്തിച്ചു. അതെന്താ? മീൻ പിടിക്കാൻ പോയ പരപ്പനങ്ങാടിയിലെ തൊഴിലാളികൾക്ക് കര കാണുന്നില്ല. അപ്പൊ ഈ വെളിച്ചം കണ്ടാൽ ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് തിരിച്ചങ്ങനെ വിട്ട കരയിലെത്തും. കരയിലെത്തി ചൂട്ട് കത്തിച്ച വിവരം നാടാകെ പാട്ടായപ്പോ ആളുകൾ പറഞ്ഞു, ചൂട്ട് കത്തിച്ചതേ ഇവിടെ നിന്നല്ല, അത് മമ്പറത്ത് പാപ്പ തെങ്ങിന്റെ മേലെ കയറി കത്തിക്കാൻ അവിടുന്നാ പറഞ്ഞു. ആ ചൂട്ടാപ്പ ഞങ്ങൾ കണ്ടത്, എത്ര ദൂരത്തുനിന്നാണ് ഞങ്ങൾ കണ്ടത്. അതെ. അപ്പൊ അവര് വഴിയറിയാതെ കുടുങ്ങിയപ്പോൾ അവർക്ക് വഴി കാണിച്ചു കൊടുത്തത് ഒരു വെളിച്ചം കൊണ്ടാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം വഴിയറിയാതെ വിഷമിച്ചപ്പോഴും അല്ലാഹു തആല ഒരു തീയല്ലേ കാണിച്ചു കൊടുത്തത്. അപ്പൊ ഭാര്യയോട് സഫൂറ ബീവിയോട് പറഞ്ഞു, ഇവിടെ നിൽക്ക്, ഞാൻ ആ തീന്റെ അടുത്ത് പോയാൽ ഒരു പക്ഷേ തീ കത്തിച്ചൊരാളുണ്ടാവുമല്ലോ, റൂട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു കുറച്ചൊരു കൊള്ളിമേൽ കത്തിച്ചിട്ട് കൊണ്ടുവരാലോ, നവിനെങ്ങനെ പോകുമ്പോ റൂട്ട് കണ്ട് ഇങ്ങനെ പോകാലോ, എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ. അവിടെ എത്തി. പിന്നെ അല്ലാഹു തആലാന്റെ മുനാജാത്തിലും സംഭാഷണത്തിലുമായിട്ട് മുഴുകി. മൂസാ നബി അലൈഹി സ്വലാം ഇത് വിട്ടുപോയി. സഫൂറ ബീവിയെ ഇവിടെ നിർത്തിയത്. പിന്നെ മാസങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നോക്കുമ്പോൾ സഫൂറ ബീവി അവിടെ ഉണ്ട്. പടച്ചോനെ, ഇത്രയും കാലം ആ ഒറ്റക്ക് സഫൂറ ബീവിക്ക് അവിടെ സംരക്ഷണം കൊടുത്തത് ആരാ? യജമാനനായ റബ്ബ്. അതുകൊണ്ടാണ് ചില ദുആയിലൊക്കെ യാ ഹാഫിള ബിനത്ത് ശുഐബിൻ, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകൾക്ക് സംരക്ഷണം കൊടുത്ത അല്ലാഹുവേ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ചില സ്വലാത്തിലും ദുആയിലൊക്കെ കാണാം. അതിന്റെ അർത്ഥം ഇതാണ്. ചില മഹാന്മാർ പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള റിസുക്കും അതുപോലെ തന്നെ പിന്നെ രാത്രിയിലും പകലുള്ള സംരക്ഷണം ഒക്കെ കൂട്ടി നോക്കുമ്പോൾ എത്ര വലുതാണ്. കാരണം ചൂട്ട് കത്തിക്കാൻ പോയോടത്തുള്ള ഈ സംഭാഷണവും വിഷയം കേട്ട് പിന്നെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആ വഴിക്കല്ലേ തിരിയുന്നത്. പിന്നെ അള്ളാഹുവിന്റെ ആ നിർദ്ദേശം കേട്ട് അങ്ങോട്ട് പോകാണ്, ഫിറൗന്റെ അടുത്തേക്ക് മറ്റൊക്കെ. ഇവിടെ ഇപ്പൊ ഒരാള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാകുന്നില്ല, കാരണം ബാപ്പ വരുമ്പോ കൊടുത്ത പുതിയാപ്പിളക്കും മകൾക്കുമായി ജീവിക്കാൻ വേണ്ടി കൊടുത്ത ആട്ടിൻ പറ്റങ്ങളുണ്ട്. അപ്പൊ പിന്നെ നല്ല പാല് കറന്ന് കുടിക്കാലോ. ചെറിയ ഉപകരണങ്ങളോ കയ്യിലുണ്ടാവും. എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ കുറച്ച് ആടുകളെ വേണമെന്നാ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. മരുമക്കൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ള തിയറിയും ശരിയല്ല. ബാക്കി സ്ഥാപിച്ചിരിക്കുക, കല്യാണം കഴിഞ്ഞല്ലോ, ഇത് മുമ്പാണെങ്കിൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമ്പോ കൊടുത്തിട്ടുണ്ടാവും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരൊന്നുമില്ല. ഇപ്പൊ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു വാഹനം കൊടുക്കണമെങ്കിൽ നമ്മളതിൽ ഒരു അസതും വെക്കേണ്ടത്, അയാളെ കൈവച്ച് കൊടുക്കല്ലേ, കൊടുത്തോട്ടെ. നമുക്ക് കൈവിണ്ടുമ്പോൾ നമ്മളും കൊടുക്കണം. അങ്ങനെ തന്നെയല്ലേ, സന്തോഷത്തിലല്ലേ. മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ച എന്താ വേണ്ടത്? ഒരുപാട് സമ്പത്തുണ്ട് ശുഐബ് നബി അലൈഹി സ്വലാമിന്, കൃഷിയായിട്ടും മറ്റു പലതായിട്ടും. മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കുറച്ച് ആടുകളെ കിട്ടിയ തിരക്കില്ല. കാരണം അത് നല്ലൊരു കൃഷിയാണല്ലോ, അതങ്ങനെ എപ്പോഴും ഉണ്ടായിക്കോളൂല്ലോ. ചെറിയ നോട്ടങ്ങൾ നോക്കിയാലും മതി, പിന്നെ അതിനൊരു ബർക്കത്തുമാണ്. അപ്പൊ പിന്നെ സഫൂറ ബീവി പറഞ്ഞു, കുറച്ച് ആടുകളെ ചോദിക്കുന്നുണ്ട്. അതാ കാണുന്ന ആടുകളെ ഒരു 10-100 തൊഴിച്ചോളി പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അപ്പൊ ഇവിടെ ഈ വടിവക്കിൽ സഫൂറ ബീവി റളിയല്ലാഹു അൻഹ നിൽക്കുമ്പോ അവർക്ക് വലിയ സംരക്ഷണമാണ് അല്ലാഹു തആല കൊടുത്തത്. അവിടെയും തീയാണ് ഒരു വിഷയത്തിന് സബബായി വന്നത്. വെളിച്ചമാണ്. വെളിച്ചം എന്നതൊരു പ്രത്യേക അനുഗ്രഹമാണ്. ഇരുട്ട് അതൊരു പേടിയാണ്. അതുകൊണ്ടാണ് ഖബറുകളിൽ വലിയ വെളിച്ചം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതിന് നമ്മുടെ ഈ മജ്ലിസും ഖുർആൻ പഠിക്കുന്നതും ഖുർആൻ ഓതുന്നതും ഒക്കെ അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. അവിടെയുള്ള ഇരുട്ട് സംഗതി പേടിക്കുന്ന വിഷയം തന്നെയാണ്. വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസ്വാബിഹ്, ആകാശ ലോകത്ത് നക്ഷത്രങ്ങളെ വെച്ചതിന്റെ ഒരു താല്പര്യം അല്ലാഹു പറയുന്നത് വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ, നമ്മൾ അതിനെ പടച്ചു സംവിധാനിച്ചത് ശൈത്താന്മാരെ എറിയാനാണ്. വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ, പിശാചുക്കൾക്ക് നല്ല ഏറ് കൊടുക്കാൻ. അതിനാണ് ഈ നക്ഷത്രങ്ങളെ, ഈ വിളക്കുകളെ നമ്മൾ സംവിധാനിച്ചു വെച്ചത്. എവിടെയാണത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിലുള്ള കാരണം പിശാചുക്കൾ എന്തിനാ എറിയുന്നത്? അവര് ആകാശ ലോകത്തുനിന്ന് വാർത്ത കട്ട് കേൾക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഫലമ്മാ ബുഇസ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയച്ചു പറഞ്ഞാല് നബി തങ്ങൾ പിറന്നപ്പോഴാണ്. നുബുവത്ത് നൽകി 40 വയസ്സായ ശേഷമല്ല. തങ്ങൾ പിറന്നപ്പോൾ ആകാശത്തിന് കാവലേർപ്പെടുത്തപ്പെട്ടു. പിശാചുക്കൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനം തടയപ്പെട്ടു. എന്തിന്? അവിടുത്തെ റിസാലത്തിലും അവിടുത്തെ സന്ദേശത്തിലും ഇനി കൂട്ടിക്കലർത്താൻ ഒരു ശൈത്താനും ഒരുവിധ കഴിവുണ്ടാക്കരുത്. എന്തിനാണ് അല്ലാഹു ഇത് ചെയ്തത്? ലിഅല്ലാ യൻസില ബിഹി ഇലൽ അർളി ഫയുൽഖീഹി ഇലൻ നാസി ഫയുഖ്ലിത അലൻ നബിയ്യി അംറഹു വയർതാബൻ നാസു ബിഖബരിഹി. അപ്പുറത്ത് വന്ന് ശൈത്താന്മാർ കട്ടുകെട്ടുകൊണ്ടൊന്ന് ഇവിടെ കൊടുത്താൽ അത് ജ്യോത്സ്യന്മാരും പലരും ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്ന് പറയും. അപ്പൊ ആളുകൾക്ക് ഏതെങ്കിലും ആൾക്കാർക്ക് സംശയം വരും. അങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരെ പറ്റി പിശാചുക്കൾ ജ്യോത്സ്യന്മാർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടല്ലേ അത്രയും കുരുന്നുകളെ കൊന്നത്? ഈസാ നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിലും ജ്യോത്സ്യന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പുരോഹിതന്മാരും പലരും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിൽ സംശയിപ്പിക്കുന്ന ഒന്നും ഒരു മനുഷ്യനിലേക്കും ശൈത്താന്മാർ കൈമാറരുത്. അവിടുത്തെ നുബുവത്ത് പോലെ റിസാലത്ത് പോലെ അവിടുന്ന് ജനങ്ങൾക്ക് നൽകുന്ന ഇൽമും ഇസ്മത്തുള്ള ഇൽമാണ്. അത് വലിയ സുരക്ഷിതത്വമുള്ള ഇൽമാണ്. പിശാചുക്കൾ അത് കട്ടുകൊണ്ടുവരാൻ പറ്റൂല. അതുകൊണ്ടാണ് സീറയിൽ ഇബ്നു ഹിശാം തങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഏകദേശം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നു. ഒരു ളുഹാന്റെ ടൈം ആയപ്പോ ശൈത്താൻ നേതാവ് അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ആകാശത്തിലേക്ക് ഒന്ന് കയറി വെക്കും, പുതിയ റിപ്പോർട്ട് വല്ലതുണ്ടോ. അതിന്റെ മുമ്പ് 1-ാം ആകാശം വരെ അപ്പൊ പെർമിറ്റുള്ളൂ. മുമ്പ് 7-ാം ആകാശത്തിനോട് അടുത്ത് പിശാചുക്കൾ കയറി വരാറുണ്ടായി. പിന്നെ അതൊക്കെ തടയപ്പെട്ടു. അങ്ങനെ 1-ാം ആകാശത്തിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുന്ന ഈ സൈന്യം ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോഴേക്ക് അവരെ ശരീരത്തിൽ ശക്തമായി ഏറുകൊണ്ടിട്ട് പല ഭാഗവും കരിഞ്ഞുപോയി. ശരീരത്തിന്റെ തലഭാഗത്ത് ഏറുകൊണ്ടവർ, കാൽഭാഗത്ത് ഏറുകൊണ്ടവർ, തോളുഭാഗത്ത് ഏറുകൊണ്ടവർ, കരിഞ്ഞുണങ്ങിയ ശരീരവുമായി നേതാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോകാൻ പറ്റൂല. എന്തേ? ഇതാ ഞങ്ങളെ ശരീരങ്ങളൊക്കെ കരിഞ്ഞുപോയി, എന്തോ ഒരു തടസ്സമുണ്ട്, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വിഷയം പോലും കൃത്യമായി ഇബ്ലീസ് അറിഞ്ഞിട്ടില്ല. അള്ളാഹു നൽകിയ വലിയൊരു കാവലാണ്. മണിക്കൂറുകൾ എത്രയോ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, എങ്കിൽ ഇന്ന് ഭൂമിയിൽ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാ മുകളിലേക്കുള്ള കയറ്റം അവസാനിപ്പിക്കപ്പെട്ടത്. ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ വരും. ആ റൂട്ട് അടക്കപ്പെട്ടു. കാരണം ആ പാലത്തിന് ചെറിയൊരു വിള്ളലുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ പോകാൻ പറ്റൂല, അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. വലിയ അപകടമല്ലേ ഈ കിട്ടിയത്, ഇനി അങ്ങോട്ട് കയറാൻ പറ്റൂല. അന്വേഷണത്തിന് ആളെ വിട്ടപ്പോൾ പിശാചുക്കൾ വന്നിട്ട് പറഞ്ഞു, ശരിയാണ്, ഇന്ന് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം വലിയ സന്തോഷത്തിലാണ്. അബ്ദുല്ലാഹി എന്നവർക്കൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഫറന്ന ഇബ്ലീസ്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അട്ടഹസിച്ച് കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മളെ ശക്തി ഒന്നും നടക്കൂലട്ടോ, ഇനി നമ്മളെ സ്വാധീനമൊന്നും നടക്കൂല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന് അല്ലാഹു നൽകിയ വലിയ മഹത്വമാണ്. വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ. പിശാചുക്കളെ എറിയാൻ വേണ്ടി നല്ല ഏറല്ലേ കൊണ്ടത്, ചെറിയ ഏറല്ലല്ലോ കൊണ്ടത്. അതുകൊണ്ടാണ് ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ മൗലിദിലൊക്കെ സാധാരണ പറയാറുള്ളത്, അന്നത്തെ ദിവസം പിശാചുക്കൾക്ക് വലിയ ഏറ് കിട്ടി. വറുമിയത്തി ശയാത്തീനു മിനസ് സമായി ബിശുഹുബിസ് സവാഖിബ്. അന്നത്തെ ആ ദിവസത്തെ പറ്റി ഇങ്ങനെ പറയാം അങ്കുസ് മൗലിദില്. വറുമിയത്തി ശയാത്തീനു, പിശാചുക്കളെ എറിയപ്പെട്ടു, മിനസ് സമായി മേൽഭാഗത്തുനിന്ന്, ബിശുഹുബിസ് സവാഖിബി, പ്രകാശിക്കുന്ന ചെങ്കോലുകളെ കൊണ്ട്. ഈ ചെങ്കോലുകളെ അള്ളാഹു എവിടെയാ സംവിധാനിച്ചിരിക്കുന്നത്? സമാഉദ്ദുനിയയിലാണ്. അതുകൊണ്ടൊരു ഏറ് കിട്ടിയ കഴിഞ്ഞു കഥ. അത്രയും വലിയ ഏറാണ് അവർക്ക് അന്ന് കിട്ടിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിയോടുകൂടെ ഒരു പുതിയ മാറ്റം. പിശാചുക്കളല്ല ആരും തങ്ങളുടെ റിസാലത്തിലോ നുബുവത്തിലോ ദീനീ ദഅവത്തിലോ ഒരു ഹൽത്തുണ്ടാക്കാൻ പാടില്ല, ഒന്നും കൂട്ടിക്കലർത്തി സംശയം ഉണ്ടാക്കാൻ പാടില്ല. അതിന് അല്ലാഹു നൽകിയ വലിയ കാവലാണത്. വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ.
വഅഅ്തദ്നാ ലഹും അദാബ സഈർ, ആ പിശാചുക്കൾക്ക് കത്തിജ്വലിക്കുന്ന ശിക്ഷ നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഈ മസാബീഹിനെ സൃഷ്ടിച്ചത് ഉൽക്കവർഷം ഇനിയും വരാം. പിശാചുക്കൾ എറിഞ്ഞത് കൊണ്ട് തീർന്നു എന്ന് കരുതരുത് കേട്ടോ, അവിടെ ഉണ്ട്, സമായിലുണ്ട്, പിന്നെയും അത് സംഭവിച്ചിട്ടുണ്ട്, നേരത്തെയും അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഫിർഔൻ പറഞ്ഞില്ലേ, ഞാൻ ആകാശത്തിലേക്കൊന്ന് കയറി നോക്കട്ടെ, ഒരു വലിയ കോണിണ്ടായിക്കൊണ്ട. അങ്ങനെ കുറച്ച് വലിയ ഇങ്ങനെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് കെട്ടിക്കൂട്ടി ഇങ്ങനെ മേലോട്ടുണ്ടാക്കിയ ശേഷം കുറച്ചിങ്ങനെ കയറി നോക്കിയപ്പോ ഒരു നല്ല ഏറ് കിട്ടിയിട്ടാണ് താഴോട്ട് പെട്ടെന്ന് കയറിനേക്കാൾ സ്പീഡിൽ താഴോട്ട് എത്തിയെന്നാണ്. ഇനി എന്തേ കയറില്ലാണ്, കയറാൻ പറ്റൂലായിരുന്നു. അതെന്തേ, അത് ഭയങ്കര ഏറ് കിട്ടിയാണ്. ആ ഏറ് കൊണ്ട് വേദനിച്ചിട്ടാണ് താഴോട്ടിറങ്ങിയത്. ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹാമാനെ, നീ എനിക്ക് ആകാശത്തിലേക്കുള്ള അസ്ബാബ് സമാവാത്തി ഫത്വലിയ ഇലാ ഇലാഹി മൂസ, ഞാൻ മൂസാ നബിന്റെ ഇലാഹിനൊന്ന് പോയി കാണട്ടെ, ആകാശത്ത് പോയിട്ട് എവിടെയുള്ളതെന്നൊക്കെ എത്തി നോക്കി വരാം. ഈ ഒരു പരിഹാസത്തിന് അല്ലാഹു തആല നല്ല ഏറ് കൊടുത്തു, അവൻ താഴോട്ട് വന്നു. അപ്പൊ ആ ഏറ് കഴിഞ്ഞിട്ടില്ല, ഉൽക്കവർഷങ്ങൾ ഇനിയും വരും, ഇനിയും ആ ഏറ് വരും. അത് കടുത്ത ശിക്ഷയാണ്. ഒരു ഏറെങ്ങാനും സംഭവിച്ചാൽ ഒരു സ്ഥലമൊന്നുമല്ല, ഒരു നാടൊന്നുമല്ല, തകർന്ന് തരിപ്പണായി പോകും. ഒരു നക്ഷത്രം അതിന്റെ പ്രകാശരശ്മികളൊന്നും തീരാതെ താഴോട്ട് വീണാൽ ഭൂമിന്റെ ഹാലെന്തായിരിക്കും? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അത് അള്ളാഹു നമ്മളോട് ഉണർത്തുന്നത്, ഇങ്ങനൊക്കെ സംവിധാനങ്ങൾ ഉണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോളി. നാട്ടിൽ ആൾക്കാർ പറയില്ലേ, പോലീസും പട്ടാളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അവിടെ കച്ചറക്ക് പോകണ്ട, ഇത് പ്രശ്ന സാധ്യത ബൂത്താണ്, അതുകൊണ്ട് തന്നെ എപ്പോ പ്രശ്നം ഉണ്ടായാലും വെടിവെക്കാൻ ഉത്തരവുള്ള ആൾക്കാരുണ്ട്. എന്നാ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, കാരണം ആ വെടി നേരെ നമ്മളെടുത്ത് കേൾക്കാറ്. ഇത് ആൾക്കാർ പേടിച്ചു പോകുമ്പോൾ അല്ലാഹു തആല പറയാണ്, മേലെ ആകാശമുണ്ട്, സൗന്ദര്യമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നേരത്തെ ഒരു കൂട്ടർ എറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മോശമാകരുത്, അള്ളാഹ് നൽകിയ കാവലാണെങ്കിലും ഇനിയും എറിയാനൊക്കെ സംവിധാനമുണ്ട്, നല്ലോണം ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു നമുക്ക് വാണിംഗ് ചെയ്യുകയാണ്. അതിനോടനുബന്ധിച്ച് ഇനിയും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മുടെ സദസ്സ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. صدق الله.